سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا طريق تقال العثار العظام. വിവിധ കോണുകളിൽ വിദ്യാഭ്യാസ ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിന്റെ സന്നദ്ധദാന സമ്മേളനവും ശൈഖുന സയ്യിദുന താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ 19ാം മഅറൂസ് മുബാറക്കും ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിലായി കെട്ടത്തൊടുക്ക മുഹിമ്മാത്തിൽ വെച്ച് അതിവിപുലമായി നടക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായി മധ്യമേഖല പ്രയാണമാണ് ഈ പൂവൽ എന്ന പ്രദേശത്തെ പുളകമണിയിച്ചു നിങ്ങളോട് പറയാനുള്ളത്. തൊഴിലില്ലായ്മയും പട്ടിണി മരണവും കൊണ്ട് നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായത് വിദ്യാഭ്യാസമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിനെ നന്മയിലേക്ക് വഴി നടത്തുക എന്നുള്ള ഏറ്റവും വലിയ ഉദാത്തമായ ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി മുഹിമ്മാത്ത് ഈ സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ആളുകളുമായ തീർത്തും പാവങ്ങളായ ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെയും ഈ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള മഹത്തായ ലക്ഷ്യം മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് മുഹിമ്മാത്ത് അവരെ ഏറ്റെടുക്കുന്നത്. അവസ്ഥ എന്തെന്ന് പരിശോധിച്ചു നോക്കിയാൽ 100-ൽ ഒരു 25% വിദ്യാർത്ഥികൾ സാമൂഹിക തിന്മയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകം നടത്താൻ പോലും തയ്യാറായി ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥികൾ ജീവിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അയൽവാസികളോട് ഇങ്ങനെ പണിയെടുത്ത് തന്റെ മക്കളെയും കുടുംബത്തെയും പോറ്റുന്നതിന് വേണ്ടി പെടാപാട് പെട്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത ഒരു യുവതലമുറ അവർ വയസ്സാകുമ്പോൾ അവരെ മക്കൾക്ക് ആവശ്യമില്ല, അവരെ കുടുംബത്തിന് ആവശ്യമില്ല, അവരെ മക്കൾ നോക്കാത്തൊരവസ്ഥ, അവരെ കുടുംബക്കാർ അന്വേഷിക്കാത്തൊരവസ്ഥ, അവസാനം പീഡികത്തിന്മേലും ബസ് സ്റ്റാൻഡുകളിലും കിടന്നുറങ്ങുന്ന ഒരു ദുരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ഒരു ദുരന്ത വാർത്ത നമ്മൾ പല മീഡിയകളിലും. മൂല്യാധിഷ്ഠിത ധർമ്മത്തിലൂന്നിയ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് സമർപ്പിക്കുക എന്നുള്ള ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമാണ് മുഹിമ്മാത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ നാടുകളിൽ കാണുകൊണ്ടിരിക്കുന്നത് വയോജനങ്ങൾ, വൃദ്ധരായ ആളുകൾ. അവർ ഒരു കാലം ധാർമ്മികമായ ചിന്തകളിലൂടെയും ധാർമ്മികമായ ബോധനത്തും കൊണ്ടാണ് മുഹിമ്മാത്തിലെ പിഞ്ചുമക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ നാളെയുടെ നായകന്മാരാണ്. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് മുഹിമ്മാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ 33 വർഷം കൊണ്ട് മുഹിമ്മാത്ത് നേടിയെടുത്തത്. ഞാൻ ഓർത്തു പോവുകയാണ്, മുഹിമ്മാത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാസർഗോഡ് ജില്ലാ കോടതിയിൽ നിന്ന് പരിശോധിച്ചു പോയാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവിടെ അഡ്വക്കറ്റുമാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഹിമ്മാത്തിൽ നിന്നും പഠിച്ച് യതീംഖാനയിൽ നിന്നും പഠിച്ചു വളർന്ന് ശരീഅത്ത് കോളേജിൽ പഠിച്ച് ഇമമി ബിരുദം പണ്ഡിതനായി ലോ കോളേജ് പഠിച്ച് അഡ്വക്കറ്റായി ഇന്ന് കാസർഗോഡ് ജില്ലാ കോടതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3ഓളം ഹിമമി പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും.
അവർ അഡ്വക്കറ്റുമാരാണ്, അതേപോലെ അവർ ഹിമമി പണ്ഡിതന്മാരുമാണ്. ഇതാണ് മുഹിമ്മാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനം എന്നുള്ളത്. രാജ്യത്തിലേക്ക് ഇത്തരം സേവനങ്ങളാണ് ആവശ്യം. തൊഴിലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ നാടിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അസുര കാലത്താണ് നമ്മൾ മുഹിമ്മാത്ത് ഏറ്റെടുക്കുകയാണ്. സേഫ് ഹോം എന്ന പദ്ധതിയിലൂടെ മുഹിമ്മാത്ത് അവരെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് മുഹിമ്മാത്തിന്റെ ക്യാമ്പസിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഉസ്താദേ, ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ കൂടൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കൈയും 2 കാലും പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഫുൾ ബാൻഡേജ് ആണ്. അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ അയാൾക്ക് മക്കളുണ്ട്, അയാൾക്ക് കുടുംബമുണ്ട്. അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നു. അദ്ദേഹം കുറെ കാലം അവിടെ വീടുകൾ ജോലി ചെയ്ത് അവസാനം ജോലിക്കിടയിൽ ഒരു കുഴി വളരെ സന്തോഷത്തോടുകൂടി അവരെ ഏറ്റെടുത്തുകൊണ്ട് മുഹിമ്മാത്തിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്. ഈയിടെ 1 മാസം മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം അതേ ഹോട്ടലിൽ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഖവിവരങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ സുഖമാണ്, സന്തോഷമാണ് എന്ന് ആ ബാബുവായിട്ട് ഞങ്ങളോട് പറയുകയാണ്. ഇതാണ് മുഹിമ്മാത്ത്. മറ്റൊരു ഇടങ്ങളിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മുഹിമ്മാത്ത് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ആ ബാബു എന്ന് പറയുന്ന അദ്ദേഹം മുഹിമ്മാത്ത് സേഫ് ഹോമിൽ താമസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ വേദനകളൊക്കെ മാറി, കൈകാലുകളിലുള്ള ബാൻഡേജൊക്കെ അടിച്ചു മാറ്റി അദ്ദേഹത്തിന് നടക്കാനായ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ പോവുകയാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ഒരു ഹോട്ടലിൽ ജീവനക്കാരായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലാകുന്നത്. അതോടുകൂടി കുടുംബം അയാളെ കൈയൊഴിച്ചു. അദ്ദേഹം അവസാനം അദ്ദേഹത്തെ മുഹിമ്മാത്ത് ഏറ്റെടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, മുഹിമ്മാത്ത് ഏറ്റെടുത്തോളാം. അവർക്ക് സന്തോഷമായി അവർ അന്ന് രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ നേരെ ഡിസ്ചാർജ് ചെയ്ത് ആംബുലൻസ് വഴി മുഹിമ്മാത്തിലേക്ക് എത്തിക്കുകയാണ്. ഒരു ദുരവസ്ഥ വന്നപ്പോ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ മുഹിമ്മാത്തിലേക്ക് വിളിച്ചു. ഇങ്ങനെ ഒരാളുണ്ട്, കുടുംബക്കാരാരുമില്ല, കല്യാണം കഴിച്ചാൽ മക്കളൊന്നുമില്ല, മറ്റു കുടുംബക്കാരുമില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയുന്നില്ല. ചൗക്കി നിവാസികളായ ആളുകൾ അവിടെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ വിളിച്ചു, എന്ത് ചെയ്യാനുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുവരിക, ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. വെറും മുസ്ലിമീങ്ങളെ മാത്രമല്ല മുഹിമ്മാത്ത് ഏറ്റെടുക്കുന്നത്, അമുസ്ലിമീങ്ങളായ ആരെ നമ്മുടെ മതം നോക്കാറില്ല, ആരും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മുഹിമ്മാത്ത് ഏറ്റെടുക്കുകയാണ്. ഇപ്പോഴും ആ കണ്ണൻ മുഹിമ്മാത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം കിടന്നുറങ്ങുന്ന, അദ്ദേഹം മുമ്പ് മുഹിമ്മാത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം ഞാൻ പോവുകയുണ്ടായി. ഞാൻ അന്വേഷിച്ചു, എവിടെയായിരുന്നു ഈ കണ്ണൻ ഇവിടെ താമസിച്ചുണ്ടായിരുന്നത് എന്ന് നോക്കിയപ്പോ ഒരു ബാക്കിൽ നടക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനായ ആ കണ്ണൻ വളരെ സന്തോഷത്തോടുകൂടി മുഹിമ്മാത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മുഹിമ്മാത്ത് തന്നെ ലാഭിക്കുന്നത്, ആ മുസ്ലിമീങ്ങൾക്കും ആരുമില്ലാത്ത ഏത് മതക്കാരനായാണെങ്കിലും മുഹിമ്മാത്ത് അവർക്ക് സാന്ത്വനം നൽകുകയാണ്. سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا ساعة الفضاء الرحيم الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا طريق تقال العثار 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.